തീർച്ചയായിട്ടും ഈ പറഞ്ഞ അക്രമത്തിൻ്റെ പാതയെ അക്ഷരം കൊണ്ട് നേരിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ സാഹിത്യത്തിൻ്റെ മേഖലയിലൊക്കെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയക്കാർ തന്നെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന സാഹിത്യകാരന്മാർ, അതെ, പ്രേരിപ്പിക്കുന്ന സാഹചര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പരസ്യമായിട്ടുള്ള തുറന്നു പറച്ചിലുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഒരു കോഴിക്കോട് ഉണ്ടായ വലിയൊരു പ്രമാദമായിട്ടുള്ളൊരു രാഷ്ട്രീയ കൊലപാതകം ടി പി വധം ഉണ്ടായിരുന്ന സമയത്ത് ഒരുവിധം എഴുത്തുകാരൊക്കെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരൻ, ഒരു പ്രമുഖ സാഹിത്യകാരൻ എന്ന് പറയുന്ന ഒരാൾ അതിനെ അനുകൂലിച്ചുകൊണ്ട്, കൊലപാതകത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതുകയും അഭിമുഖം കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും അതിനുവേണ്ടി തന്നെ വാദിക്കുകയും ചെയ്യും. പത്രത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ അക്കാദമി സ്ഥാനങ്ങളും അവാർഡുകളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്, എഴുത്തുകാർ ധാരാളമുണ്ട്. അവർക്ക് സ്വീകാര്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ തണലിൽ അവർക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിനൊരു മാറ്റമുണ്ടാകും. ഭാവിയിലെ ഈ പറഞ്ഞ ഇരുട്ട് പൂർണ്ണമായിട്ടും മാഞ്ഞു പോകും, മായ്ച്ച് കളയാൻ സാധിക്കും, എഴുത്തിലൂടെ തന്നെ സാധിക്കുമെന്നാണ് വിശ്വാസം. അക്ഷരങ്ങൾ കൊണ്ട് തന്നെ അക്രമത്തെ പ്രതിരോധിക്കാനും പുതിയ വെളിച്ചം തെളിയിക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം.